ഈ ഒരു സാധനത്തിന്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കഴിച്ചു വന്നപ്പോഴേക്കും ടേസ്റ്റ് നല്ല അടിപൊളിയുണ്ട്. ഈ സേമിയയിൽ മിൽക്ക് മേഡിൽ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്. പേരെന്താണെന്നൊന്നും അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പേരറിയില്ലെങ്കിലും കുഴപ്പമില്ല, രുചി നല്ല അടിപൊളി ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി ഈ ഒരു ഐറ്റം തന്നെയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത്. എന്റെ ബർത്ത്ഡേ ആവാനായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒരു ഷോപ്പിംഗിന് ഇറങ്ങിയതാണ് നമ്മൾ 4 ആളും. ഇന്നലെ ഹസ്ബൻഡിന്റെ കൂടെയും ഇന്ന് അച്ഛന്റെ അമ്മയുടെയും കൂടി. ഈ ഒരു വീഡിയോയിൽ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നീ എന്തായാലും യൂട്യൂബ് വീഡിയോയിൽ ഏടാക്കണം എന്നാണ് കുഞ്ഞായിപ്പന്റെ ചെവിയിൽ പറഞ്ഞു. അങ്ങനെ ഒരു വൈകുന്നേരം ചായലും കുടിച്ചതിന് ശേഷം നേരെ സ്റ്റുഡിയോയിലേക്ക് വിടാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മഴ ചെറുതായിട്ട് ഇങ്ങനെ പാറിക്കൊണ്ടുണ്ട്. കുഞ്ഞാവക്കാണെങ്കിൽ ഫാൻസി പോയിട്ട് കുറച്ച് അല്ലറ സാധനം മേടിക്കാനുണ്ടായി. അതിനിടയിലാണ് ഈ ഒരു നെയിൽ പോളിഷ് എന്റെ കണ്ണിൽ പെട്ടത്. എനിക്ക് നല്ല ഇഷ്ടമുള്ള കളറായതുകൊണ്ട് തന്നെ ആ ഒരു നെയിൽ പോളിഷ് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു പാനിപ്പൂരി കണ്ടത്. പാനിപ്പൂരി കണ്ടാൽ പിന്നെ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെ ആടുന്ന ഒരു പാനിപ്പൂരിയും കഴിച്ചു. കുഞ്ഞാക്ക് ഞാനൊന്ന് വാളിട്ടെടുത്തപ്പോഴേക്കും ഓൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ വീട്ടിൽ ആർക്കും പാനിപ്പൂരി ഇഷ്ടമല്ല, ആകെ ഞാൻ മാത്രമേ കഴിക്കൂ. എന്നെ പോലെ പാനിപ്പൂരി ലവേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. തിരിച്ച് നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോഴേക്കും നല്ല മഴയാണ് ഉണ്ടായത്. അങ്ങനെ മഴയത്തിന് നമ്മൾ കാർ എടുത്ത് നേരെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്രാവശ്യത്തെ കളക്ഷൻസ് ഒന്നും അത്ര ഇഷ്ടമായിട്ടില്ല. കുറെ ഡ്രസ്സ് ഇട്ട് നോക്കി, ഒന്നും എന്റെ കണ്ണിൽ അത്ര പിടിക്കുന്നില്ല. ഞാൻ ഈ ഇട്ടിട്ടുള്ള ഡ്രസ്സിലെല്ലാം നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യണേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിലൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അച്ഛൻ ഈ ഒരു ബ്ലാക്ക് ഷർട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന്, പക്ഷെ എനിക്ക് അതൊട്ടും ഇഷ്ടമായില്ല. ഈ ഡ്രസ്സ് ഒന്നും ഇഷ്ടമായതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. നേരെ വേറൊരു ഷോപ്പിൽ പോയിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. സത്യം പറഞ്ഞാൽ ഇതും എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല. പിന്നെ കുറെ ഡ്രസ്സ് ഇട്ട് പ്രാന്തായിട്ട് തന്നെ ലാസ്റ്റ് കണ്ടതങ്ങ് എടുക്കാന്ന് വിചാരിച്ചു. പണ്ട് മുതലേ ബർത്ത്ഡേക്ക് അച്ഛൻ ഡ്രസ്സ് എടുത്തു തരുന്നതാണ്. ആ ഒരു ശീലം ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഒന്നും അത്ര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഡ്രസ്സ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായതാണ്. പക്ഷെ അച്ഛനാണെങ്കിൽ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് കണ്ട ആ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു. അങ്ങനെ ഡ്രസ്സ് എടുത്തതിന് ശേഷം നേരെ പയ്യന്നൂർ മാളിൽ സ്മൂച്ചോയിൽ പോയിട്ട് ഈ ഒരു ചോക്ലേറ്റ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാനും കുഞ്ഞായും കൂടി ചോക്ലേറ്റ് മേടിച്ചു. വീട്ടിൽ ഫുഡൊന്നും ആക്കാത്തതുകൊണ്ട് തന്നെ നേരെ പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇടയിലിടയിൽ ഇതുപോലത്തെ ഓരോ ഐറ്റംസ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വയറ് നല്ല ഫുള്ളാണ് ഉണ്ടായത്. ഇനിയും ഫുഡ് കഴിക്കാൻ വയറിൽ ആർക്കും സ്പേസ് ഉണ്ടായില്ല. വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് നമ്മൾ അസ്ലംബായിനെ കണ്ടിട്ടുണ്ടായത്. അസ്ലംബായി എടുക്കുന്ന 2 ഐസ്ക്രീമും കിട്ടിയപ്പോഴേക്കും വയറ് നല്ലപോലെ ഫുള്ളായി. ഇനി വീട്ടിൽ പോയി നേരെ പോയി കിടന്നുറങ്ങണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം.